എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എനിക്ക് യോഗ ചെയ്യാമോ? ഞാൻ എപ്പോഴാണ് യോഗ ചെയ്യേണ്ടത്? ഭക്ഷണശേഷം എത്ര സമയം കഴിഞ്ഞാണ് ഞാൻ യോഗ ചെയ്യേണ്ടത് എന്നൊക്കെ. അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആർക്കൊക്കെ യോഗ ചെയ്യാം? എപ്പോഴൊക്കെ യോഗ ചെയ്യാം? യോഗ എന്നത് ശരീരത്തെ വളച്ചുകൊണ്ടും തിരിച്ചുകൊണ്ടും കുനിച്ചുകൊണ്ടുമുള്ള വെറുമൊരു വ്യായാമമല്ല. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശ്വാസത്തിൻ്റെയും കൂടിച്ചേരലാണ് യോഗ. ഈ മൂന്ന് ഘടകങ്ങളും ആരോഗ്യത്തോടെ നിലനിർത്തുവാൻ സഹായിക്കുന്ന വിശിഷ്ടമായ ഒരു ജീവിതശൈലിയാണ് യോഗ. ആർക്കൊക്കെ യോഗ ചെയ്യാം? ബാലന്മാർക്കും ബാലികമാർക്കും യുവാക്കൾക്കും യുവതികൾക്കും മുതിർന്നവർക്കും വൃദ്ധന്മാർക്കും ഒക്കെ യോഗ ചെയ്യാം. കുട്ടികൾക്ക് പഠനത്തിൽ ഏകാഗ്രതയും സ്ഥിരതയും ലഭിക്കുവാനും ശാരീരിക മാനസിക ബലത്തിനും സന്തോഷത്തിനും ഉന്മേഷത്തിനുമൊക്കെ യോഗ വളരെ ഗുണകരമാണ്. അതുപോലെ IT മേഖലയിലുള്ള യുവാക്കൾക്കും യുവതികൾക്കും കൈകാലുവേദന, മുട്ടുവേദന, കഴുത്തുവേദന, സ്ഥിരമായി തുടർച്ചയായി ഇരുന്നു കൊണ്ടുള്ള ജോലിക്കിടയിൽ ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾക്ക് യോഗ വളരെ വിശേഷപ്പെട്ടതാണ്. അതിനുള്ള സമയം അവർ കണ്ടെത്തി ഒരു അരമണിക്കൂറെങ്കിലും നിത്യം യോഗ ചെയ്യുന്നത് അവർക്ക് ഗുണമേ ചെയ്യുകയുള്ളൂ. ഉറക്കമില്ലാത്തവർക്ക്, പ്രോസ്റ്റേറ്റ് സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക്, പ്രമേഹമുള്ളവർക്ക്, രക്തസമ്മർദ്ദമുള്ളവർക്ക് ഒക്കെ യോഗ ചെയ്യാം. പക്ഷേ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ യോഗയിലേക്ക് കടന്നു വരാവൂ. അതുപോലെ ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ, ഇങ്ങനെയുള്ളവർ കഴിക്കുന്ന മരുന്നിന് പകരമായിട്ട് യോഗ ചെയ്യുകയും മരുന്ന് നിർത്തുകയും ചെയ്യുന്ന അവസ്ഥ കാണാറുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ കഴിക്കുന്ന മരുന്നിന് പകരമല്ല യോഗ. അതിന് സഹായകരമായ ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു വ്യായാമ മുറയായിട്ട് കരുതിക്കൊണ്ട് മരുന്നും തുടർന്ന് കഴിക്കുക. ദിവസവും സാധിക്കുന്ന രീതിയിൽ യോഗ ചെയ്യുക. ദിവസവും സ്ഥിരതയോടെ ചെയ്യാൻ സാധിക്കണം. അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കിയെടുക്കണം. എന്നാലേ യോഗയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ. മടി കൂടാതെ, മുടക്കം കൂടാതെ ഒരു അരമണിക്കൂറെങ്കിലും വീട്ടമ്മമാരും പ്രായമായവരും യോഗ ചെയ്തു നോക്കൂ. അതിൻ്റെ ഫലങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിച്ചറിയും. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണം. അത്ര അത്ഭുതകരമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അവസാനമായി ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, യോഗ ഒരു മത്സരമല്ല. ഒരു മത്സരവേദിയായിട്ട് യോഗയെ കാണരുത്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത ചില യോഗകൾ എൻ്റെ പ്രായത്തിലുള്ള മറ്റുള്ളവർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വേവലാതിപ്പെട്ട് പറയുന്നവരുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, യോഗ ഒരു മത്സരമല്ല. അവനവന്റെ ശരീരത്തിന് അനുയോജ്യമായ യോഗകൾ നിരന്തരം ചെയ്ത് പരിശീലിക്കുക. അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുക. അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിന്റെ സ്വാസ്ഥ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. മടി കൂടാതെ ദിവസവും യോഗ ചെയ്യുക, ശ്വസനക്രിയകൾ ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. അങ്ങനെ നല്ലൊരു ജീവിതശൈലി നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുകയാണെങ്കിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും അതൊരു അനുഗ്രഹപ്രദമായി തീരും. അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിൽ. നന്ദി, നമസ്കാരം.